In each of the following question, match column 1 and column 2 and select the correct match out of the 4 given choices. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും മാച്ച് ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും എന്ത് ഡയമെൻഷൻസ് ആയാലും രണ്ടിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻസ് ഉണ്ടാവില്ല. M0, L0, T0 എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ ഫോർമുലയാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ഹോൾ ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ താഴെയുള്ള ടൈം എടുത്ത് എഴുതി. അപ്പോൾ ഇതെന്ത് വരും? M ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? M. ഡിസ്റ്റൻസിൻ്റെ L. ടി സ്ക്വയർ ഡിനോമിനേറ്ററിലാണ്, അത് മുകളിലേക്ക് എടുക്കുമ്പോൾ T⁻². അപ്പോൾ ML T⁻² ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫോഴ്സിന് പകരം ML T⁻². ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ L വരും. അപ്പോൾ ഈ രണ്ട് Lഉം ക്യാൻസലാവും. അപ്പോൾ ഇവിടെ ഫൈനൽ വരുന്നത് ML⁻0 T⁻². ഇനി തേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ML T⁻² ഇൻറ്റു ടി. അപ്പോൾ ML T⁻² ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ML T⁻⁻1. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. റേറ്റ് ഓഫ് ഫ്ലോയിൻ്റെ ഇക്വേഷൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ എന്ന് പറയുമ്പോൾ അത് സൈഡ് ഇൻറ്റു സൈഡാണ്, അതുകൊണ്ട് ലെങ്ത് സ്ക്വയർ എന്ന് വരും. ഇനി വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, അപ്പോൾ L/T വരും. അപ്പോൾ ഇത് L³ T⁻⁻1. ടി മുകളിലേക്ക് വരുന്നതുകൊണ്ട് T⁻⁻1. പക്ഷേ ഇവിടെ M0 എന്ന് പറയുന്ന ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ M0 എന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ M0, L0, T0. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ AQ ആണ്. ഇനി സർഫസ് ടെൻഷന് നമുക്ക് കിട്ടിയത് ML⁻0 T⁻². അങ്ങനെയുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ R ആണ്. ഇനി ഇമ്പൾസിന് നമുക്ക് കിട്ടിയത് ML T⁻⁻1. അപ്പോൾ M⁻1, L⁻1, T⁻⁻1 എന്ന് പറഞ്ഞ ഓപ്ഷൻ S ആണ്. റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് കിട്ടിയത് M⁻0 L³ T⁻⁻1. അങ്ങനെ വരുന്ന ഓപ്ഷൻ P ആണ്. അപ്പോൾ AQ BR CS DP ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ.